നമുക്ക് ഓൺ റോഡിൻ്റെ പ്രൈസാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടാണ് വലിയൊരു റിഗ്രറ്റ് വന്നത്. ഇത്രയും വലിയൊരു വണ്ടിയും ഇപ്പം ഇത് 4x4 അല്ലാത്തതുകൊണ്ട് ഒരു സർവീസ് കോസ്റ്റ് കൂടാണ് എല്ലാവർക്കും അറിയേണ്ടത്. സർവീസ് കോസ്റ്റ് ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെ ഫോൾട്ടുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമേ പറ്റുള്ളൂ, മാറില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊരു ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ആണ്. അപ്പം അത്രയും പ്രൈസ് കൊടുത്ത് എടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുവാണ് ഇപ്പോൾ ഈ ഹാരിയർ. അപ്പം അത്രയും ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടില്ല. ഇതിൻ്റെ കൂടുതലും ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടപ്പാറ എന്ന് പറയുന്നൊരു ഹിൽ പോയിന്റിലാണ്. അതായത് നമ്മുടെ പത്തനംതിട്ടയുടെ ഹയസ്റ്റ് മോട്ടറബിൾ ഹിൽ വ്യൂ എന്ന് പറയാം. കാരണം നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ ഓടിച്ച് കയറ്റാൻ പറ്റിയൊരു അതിമനോഹരമായൊരു ലൊക്കേഷനാണ് കൊട്ടപ്പാറ ഹിൽ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് നമ്മളൊരു സ്പെഷ്യൽ വാഹനം കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം 2019 നമ്മുടെ ഇന്ത്യൻ നിർമ്മാതാക്കളായ ടാറ്റ ഇന്ത്യക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു അഡ്ഡാർ ഐറ്റത്തെ കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ടാറ്റ ഹാരിയർ. ഇതൊരു അഡാർ ഐറ്റമാണെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മുടെ ടാറ്റ റേഞ്ച് റോവർ എന്ന ബ്രാൻഡ് മേടിച്ചതിന് ശേഷം ഇറക്കിയ വാഹനങ്ങൾ എല്ലാം, ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതായത് നമ്മുടെ ടാറ്റ നെക്സണിൽ തുടങ്ങി പിന്നാലെ വന്നിരിക്കുന്ന നമ്മുടെ ടാറ്റ അൾട്രോസ്, അതിനുശേഷം നമ്മുടെ ടാറ്റ ഹാരിയർ ഇറങ്ങി. ഇതെല്ലാം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, ടർബോ എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഈ ഒരു വാഹനത്തിന് 167 bhpയും അതായത് 360 Nm ടോർക്കുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടാറ്റ ഹാരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിയറ്റിൻ്റെ എഞ്ചിനാണ്. അതായത് ഫിയറ്റിൻ്റെ 2 ലിറ്റർ എഞ്ചിൻ. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീപ്പ് കോമ്പസിലും അതുപോലെ നമ്മുടെ MG ഹെക്ടറിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അതിനെ റീട്യൂൺ ചെയ്ത് ഒക്കെയാണ് നമ്മുടെ ടാറ്റ ഹാരിയറിൽ വെച്ചിരിക്കുന്നത്. ഇത് 2 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 167 bhpയും 340 Nm ടോർക്കുമാണ് ഇതിന് വന്നിരിക്കുന്നത്. വളരെ പവർഫുൾ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് നമ്മുടെ ടാറ്റ ഹാരിയറിൽ വന്നിരിക്കുന്നത്. ഇത് BS6 വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടാറ്റ അവതരിപ്പിച്ച ലീൻ നോക്സ് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി, അതായത് LNT എന്ന് നമ്മൾ പറയുന്ന ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എമിഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ വളരെ ഫ്യൂവൽ എഫിഷ്യൻസിയും വളരെ കൂടുതലുള്ള, അതായത് എല്ലാവരും ഈ ഒരു പ്രീമിയം സെഗ്മെൻ്റൊക്കെ നോക്കുമ്പം ഫ്യൂവൽ എഫിഷ്യൻസിയിൽ നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വാഹനം എടുക്കാൻ പറ്റൂ. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ആ ഒരു പേടി വേണ്ട. വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മുടെ ടാറ്റ ഹാരിയർ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നുള്ള വളരെ കുറച്ച് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ടാറ്റ ഹാരിയർ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ യൂസറിനെയും കൂടെ കൂട്ടിയിട്ടാണ്. നമ്മുടെ ഈ വാഹനത്തിൻ്റെ യൂസറോട് ചോദിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇത് വണ്ടി ഉപയോഗിച്ചതിന് ശേഷമുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടാറ്റയുടെ ഏതെടുക്കണം, ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ, അതുപോലെ തന്നെ ഏത് വേരിയൻ്റ് എടുക്കണം, അതോ ടാറ്റ ഹാരിയറിലേക്ക് വരണോ, ഈ പ്രൈസിലുള്ള വേറെ അതുപോലെ ക്രെറ്റ, സെൽറ്റോസ് എന്ന് പറഞ്ഞ വേറെ വേരിയൻസിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസറിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാനായിട്ട് സാധിക്കും. നമുക്ക് ആളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്, ജെയിൻ എന്നാണ് ആളുടെ പേര്. ആളൊരു ഡോക്ടറാണ്. നമുക്ക് ആളെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ബ്രോ. അപ്പം നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സൺസെറ്റൊക്കെ സ്ഥിരം വരുന്ന സ്ഥലമാണ്, സ്പോട്ടാണ്. ആകെയുള്ള ഒരു മോട്ടറബിൾ ഹൈയസ്റ്റ് റോഡാണ് ഇതെന്ന് നമുക്ക് പറയാം അല്ലേ? ഓക്കെ, അപ്പം ഹാരിയറിനെ പറ്റി ചോദിക്കാം. അപ്പം നമ്മൾ ഹാരിയറും കൊണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു ഓഫ് റോഡൊക്കെ ഉണ്ട്. ഓഫ് റോഡെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും റോഡ് തീർന്നിട്ട് നമ്മൾ പാറയിൽ കൂടെ ഒക്കെയാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. അവിടെയൊക്കെ ഓടിച്ചുകൊണ്ട് വരാൻ യാതൊരു പേടിയും കൂടാതാണ് നമ്മൾ കൂളായിട്ട് കൊണ്ടുവന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഹാരിയറിലേക്ക് വരാനുള്ള കാര്യം? അതായത് ടാറ്റയോടുള്ള ഇഷ്ടം കൊണ്ടാണോ, നേരത്തെ ഏത് വണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം ഞാൻ ഒരു സെഡാൻ യൂസറായിരുന്നു. ഒരു 2.5-3 years സെഡാൻ യൂസറായിരുന്നു, വെർണയായിരുന്നു. അതിനുശേഷം എനിക്ക് SUV ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് SUV വാങ്ങിയത്. മാത്രമല്ല ഫാദറും നേരത്തെ ഒരു സെഡാൻ യൂസറായിരുന്നു. അപ്പം അതിലേട്ടാണ് മാറിയത്. അന്നേരം കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അന്നേരം. പക്ഷേ എല്ലാം കൂടെ നോക്കിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പം ഇത് ബെറ്റർ ആണെന്ന് തോന്നി. അപ്പം ആ ഒരു ഫാദർ സെഡാൻ യൂസ് ചെയ്യുന്നല്ലേ പറയുന്നത്? അതെ അതെ. അതിൽ നിന്ന് വലിയ വണ്ടിയിലോട്ട് വന്നപ്പോൾ അന്നേരം ഒരു ഫാദർ പണ്ട് മുതലേ ഒരു SUV ഫാനായിരുന്നു. പണ്ട് മുതലേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഫാദറിന് ടാറ്റയുടെ ഒരു കമ്പനിയുടെ ആ ഒരു ബ്രാൻഡ്, ആ ഒരു മേക്കിംഗ് എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഫാദർ തന്നെ സജസ്റ്റ് ചെയ്തു. എനിക്കും 100 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെയാണ്
ടാറ്റ ഹാരിയറിലേക്ക് വന്നത് അല്ലേ? ഓക്കെ ഓക്കെ. എന്നിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് ഫാദർ? ഇപ്പം നേരത്തെ സെഡാനിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഓടിക്കാനുള്ള ഇനീഷ്യലി അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. സെഡാനിൽ നിന്ന് എസ് യു വിയിലോട്ട് വരുമ്പം ആ ഒരു മാസീവ് പവറും പിന്നെ ആ ഒരു മാസീവ് ബിൽട്ടും കൂടെ വരുമ്പോഴത്തേന് ആദ്യത്തെ ഒരു അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ആദ്യത്തെ ഒരു 3-4 ദിവസത്തെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഓടിക്കാൻ നല്ല ഫ്ലെക്സിബിളുമാണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ഫാദറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ലോങ് ഒക്കെ പോകാൻ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. വെർണഡേക്കാട്ടിലും ഇതാണ് കുറച്ചാളായിട്ട് ഇതിലാണ്. അതെ അതെ, ഇപ്പം ഇതിലാണ് എല്ലായിടത്തും പോകുന്നത്. അപ്പം ഇതിപ്പോ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി? ഇതിപ്പം ഒരു 4000 റേഞ്ചിലായി. ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞു? സർവീസ് എല്ലാം കഴിഞ്ഞു. സർവീസിന്റെ സർവീസ് കോസ്റ്റൂടെ ആണ് എല്ലാവർക്കും അറിയേണ്ടത്. സർവീസ് കോസ്റ്റ് ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്. പിന്നെ ഇപ്പം ഈ കോവിഡിന്റെ ഇത് ഉള്ളതുകൊണ്ട് ഈ സാനിറ്റേഷൻ ഫീ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ. അപ്പം അതിന് മാത്രം ഒരു 700 റുപ്പീസ് ഞങ്ങളുടെ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ബാക്കി ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്. ഓക്കെ. പിന്നെ വണ്ടിയിൽ ലോങ് ഒക്കെ പോയത് എവിടോട്ടൊക്കെയാണ് ലോങ് പോയിട്ടുള്ളത്? എത്ര കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ലോങ് എടുത്തതേ ഉള്ളൂ. ഞാൻ ബിസിയൊക്കെയാണ്, ഫാദറും ബിസിയാണ്. അപ്പം സൺഡേസ് മാത്രമേ അങ്ങനെ സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ലോങ് വാഗമണ്ണൊക്കെ പോയിട്ടുണ്ട്. വാഗമൺ പിന്നെ വർക്കല പോയിട്ടുണ്ട്. ഒരു 100-150 റേഞ്ചിലെ എറണാകുളം അക്കരെ ആ ഒരു ലോങ് സിറ്റി ആകുമ്പോൾ എറണാകുളം പോയിട്ടുണ്ട്. പിന്നെ ഹൈ റേഞ്ച് വാഗമൺ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇത് 4x4 അല്ലാത്തതുകൊണ്ട് ഓരോരുത്തർ ഒരു പക്ഷേ കുറവായിട്ട് ആർക്കും ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. 4x4 ഇല്ലെങ്കിലും ആ ഒരു ഓഫ് റോഡിങ് ഒക്കെ ഈസിലി ഡൂവബിൾ ആണെന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പം ഓഫ് റോഡ് എടുത്ത് കാണത്തില്ലല്ലോ പുതിയൊരു വണ്ടി ആയതുകൊണ്ട്. ഇല്ല, ഓഫ് റോഡിങ് പോകണമെങ്കിൽ ഈ കാറ് നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഒരു ഫാമിലി യൂസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓഫ് റോഡിങ് നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല, ഈ താറിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വരില്ല. അതിപ്പം ഇത് SUV ആണ്, അത് താറാണ്, അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതെ അതെ, ഇപ്പം നമ്മൾ ഈ വന്ന വഴി തന്നെ ആണെങ്കിലും ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഒരു താറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫ് റോഡിങ് ഈ ഒരു വാഹനങ്ങളിൽ ആരും പ്രതീക്ഷിക്കേണ്ട. നോർമലി നമ്മുടെ നോർമൽ ഒരു ഫാമിലി യൂസിന് പറ്റിയ ഓഫ് റോഡുകളെല്ലാം അനായാസം ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. അടുത്തായിട്ട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ പ്രൈസാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പം ഓൺ റോഡിൽ എത്ര പ്രൈസ്? നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് ഒന്നും അറിയേണ്ട കാര്യമില്ല, നമുക്ക് ഓൺ റോഡിൻ്റെ പ്രൈസാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു. ഓൺ റോഡ് ഇതിപ്പം 4 മോഡലാണ് ഇതിന് വരുന്നത്. ഒന്ന് ബേസ് മോഡൽ, പിന്നെ വരുന്നത് XM, പിന്നെ വരുന്നത് XZ. അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ടോപ്പ് മോഡലിനാണ് ഈ സൺറൂഫ് ഒക്കെ വരുന്നത്. ഓക്കെ. പിന്നെ XM-നും സൺറൂഫ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള അതെന്തുകൊണ്ടാണ് അവർ സൺറൂഫ് മാറ്റിയെന്നുള്ള കാര്യം അറിയത്തില്ല. എന്നാലും XZ ആണ് ഇത്. വെർണയ്ക്ക് സൺറൂഫ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തുമാത്രം ഉപയോഗിക്കാറുണ്ട്? ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ സൺറൂഫ് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഓക്കെ. അപ്പം അതിനുശേഷം ഓട്ടോമാറ്റിക് വേരിയൻസ് വരുന്നുണ്ടല്ലോ. അതെ, ഓട്ടോമാറ്റിക്കിന് എങ്ങനെയാണ്? ഓട്ടോമാറ്റിക്കിന് നോക്കിയപ്പം അത് 3 lakhs ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഞാനും ഫാദറും പണ്ട് മുതലേ മാനുവലിൻ്റെ ഒരു ഫാനായിരുന്നു. അപ്പം അതുകൊണ്ടാണ് മാനുവൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. മാനുവൽ എടുത്തതും അതുകൊണ്ടാണ്. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ടാണ് വലിയൊരു റിഗ്രറ്റ് വന്നത്. ഇത്രയും വലിയൊരു വണ്ടിയും ആ ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം ഓട്ടോമാറ്റിക് എടുത്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു. അപ്പം പക്ഷേ എന്നാലും ഓക്കെ, എടുത്താൽ മതിയായിരുന്നു. ഈ വണ്ടിയുടെ തന്നെ ഹാരിയറിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്. എങ്കിലും ഹാരിയർ ഫാൻ തന്നെയാണ്, ഹാരിയറിൻ്റെ ഓട്ടോമാറ്റിക് വേണമെന്നൊരു ആഗ്രഹം തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഹാരിയറിലേക്ക് വരുന്ന സമയത്ത് ഏതൊക്കെ വണ്ടികളാണ് ഇതിന് കൂടെ നിങ്ങൾ നോക്കിയ വണ്ടികൾ? അതിൻ്റെ കൂടെ ഞങ്ങൾ നോക്കിയത് XUV 700 ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ പോയപ്പം 700 അത് ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ചോദിച്ചപ്പം പ്രീ ബുക്കിങ്ങിൻ്റെ മുമ്പ് തന്നെ കുമ്പഴ ഷോറൂമിൽ 25 ബുക്കിംഗ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അൺഒഫീഷ്യൽ ബുക്കിംഗ്സ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ് ഒരു ബുക്കിങ്ങിൽ എന്തോ റെക്കോർഡ് സ്ഥാപിച്ച വാഹനമാണ് XUV 700 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടിയും പുതിയൊരു വണ്ടി വേണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു ഡ്രോപ്പ് ചെയ്തു. XUV 700 നമ്മൾ നോക്കിയായിരുന്നു, നല്ലൊരു വണ്ടിയാണ്. പിന്നെ അന്നേരം യൂസർ റിവ്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലോട്ട് മാറിയത്.
പിന്നെ ഞങ്ങൾക്ക് സഫാരി ഉണ്ടായിരുന്നു. സഫാരി പക്ഷേ നമ്മളൊരു 5 സീറ്ററാണ്, അങ്ങനെ 7 പേരെ അങ്ങ് കൊണ്ടുപോകാൻ ഇങ്ങനെ പോകുന്നില്ല. അതുകൊണ്ട് ഒരു 5 സീറ്റർ തന്നെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ ഉണ്ടായിരുന്നത് ക്രെറ്റ ഉണ്ടായിരുന്നു. അതെ, ക്രെറ്റ ഓൾറെഡി ഉണ്ട്. പിന്നെ ഫാദർ പണ്ട് പോലെ ടാറ്റയുടെ ഒരു ഫാൻ ആയതുകൊണ്ടാണ് ഇതിൽ അവസാനിച്ചല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഡീസലാണല്ലോ അല്ലേ? ഇത് പെട്രോളാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡീസലിലോട്ട് വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്തൊക്കെയാണ് തോന്നിയത്? അത് എല്ലാ വണ്ടിയെ പോലെ തന്നെ പെട്രോൾ ഇപ്പം നമ്മൾ ചവിട്ടുമ്പോൾ ഉടൻ തന്നെ ഇനിഷ്യൽ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു പവർ ഭയങ്കരമാണ്. പിന്നീട് കിട്ടുന്ന പവർ അല്ലേ? തീർച്ചയായിട്ടും അതിനെ പറയാൻ പറ്റില്ല. അത് നല്ല പവറാണ്. പിന്നെ ആ 2 ലിറ്ററിന്റെ പവർ അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവും. നമ്മുടെ ജീപ്പ് കോമ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ എഞ്ചിനൊക്കെ തന്നെ വന്നതുകൊണ്ട് എനിക്കൊന്ന് ജീപ്പ് കോമ്പസിന് 30 lakhs എബോവ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം അത്രയും പ്രൈസ് കൊടുത്ത് എടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുവാണ് ഇപ്പം ഈ ഹാരിയർ വന്നേ പിന്നെ അല്ലേ. കുറേ പേര് കോമ്പസിൽ നിന്ന് MG Hectorയിൽ നിന്നൊക്കെ ഡൈവേർട്ടായിട്ട് നമ്മുടെ ഹാരിയറിലേക്ക് വരുന്നുണ്ട്. പിന്നീട് എനിക്കൊന്ന് ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ബെറ്റർ ഫീച്ചേഴ്സ് സെൽറ്റോസിലും ഹ്യുണ്ടായി ക്രെറ്റയിലും അതുപോലെ നമ്മുടെ ഇതിലൊക്കെ വരുന്നുണ്ട്. അപ്പം അത്രയും ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടില്ല. ഇതിൻ്റെ കൂടുതലും ആ ഒരു റോ പവറാണ് ഇതിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ളത്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ 2019 ഇറങ്ങിയ വണ്ടി ആയതിനാൽ ഒത്തിരി ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല ഈ ഒരു വണ്ടിയിൽ. അപ്പം ഞാൻ മൾട്ടിമീഡിയ സിസ്റ്റം ആണെങ്കിൽ പോലും പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ അൽക്കസാറിൽ വരുന്ന പോലത്തെ ആ ഒരു ഇൻഡിക്കേറ്ററിലുള്ള ആ ഒരു ക്യാമറ വരുന്നില്ല. പിന്നെ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ അത് ഇലക്ട്രിക്കൽ അല്ല, മാനുവലി തന്നെ എല്ലാം അതൊക്കെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. അതെ അത് ചെയ്യാവുന്നല്ലോ. ഇത് കുറച്ചും കൂടെ ഡെവലപ്പ് ആവാമായിരുന്നു. 2019 ഇറങ്ങിയ വണ്ടി ആയതുകൊണ്ട്. ഇനി അത് ചിലപ്പോൾ 2022 മോഡലിലേക്കൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഫീച്ചേഴ്സുകളൊക്കെ ആയിരിക്കും. ഓരോ വർഷം ഓരോ വ്യത്യാസങ്ങൾ വരുത്തണ്ടേ, അതിനൊക്കെ ആയിരിക്കും അതൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തൊക്കെ ഫോൾട്ടുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളാണ് ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഓക്കെ, ആദ്യം ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഈ ട്രാൻസ്മിഷൻ്റെ ഒരു പ്രോബ്ലമാണ്. ക്ലച്ചിൻ്റെ അല്ലേ? അതെ. ക്ലച്ച് ഒരുപാട് അങ്ങ് താണ് ഇരിക്കുന്ന ഒരു ഡെപ്ത് കൂടുതൽ. അത് ഞാൻ പലരും പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സർവീസിൽ അവിടെ പോയിട്ട് പറഞ്ഞിരുന്നു, കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് തുമ്പത്താക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് ഈ ഒരു ക്ലച്ച് തന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ മാത്രമേ വരത്തുള്ളൂ, മാറില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊരു ചെറിയ ഡിസപ്പോയിൻമെന്റ് ആണ്. അതിൽ ഓട്ടോ എടുക്കുന്നവർക്ക് മാത്രമേ ആ ഒരു അതിന്റെ കൂടെ തന്നെ പറയാനുള്ളത് പവർ വിൻഡോയ്ക്ക് ഓട്ടോ മോഡ് ഇല്ല. നമ്മള് ഇപ്പം ഫുള്ള് ഞെക്കിയാൽ മാത്രമേ താഴോട്ട് പോകത്തുള്ളൂ. ഈ സെഗ്മെന്റിലുള്ള വേറെ വണ്ടികൾക്ക് 4 പവർ ഓട്ടോ മോഡ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളാണ്. നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒരുപാട് ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ വരുന്നത് ബോണറ്റിന്റെ ഒരു കാര്യമാണ്. ആ ഒരു ഹൈഡ്രോളിക് അല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റ് ഉള്ള ഒരു ബോണറ്റ് ആയതുകൊണ്ട് ഇത്രയും വെയിറ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ ഉയർത്തി വെക്കണം. അതും ഞാൻ പറഞ്ഞ പോലെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ബോണറ്റ് തുറക്കാറില്ല, നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വരുന്നത് ബാക്കിന് ഡിസ്ക് വരുന്നില്ല. ബാക്ക് ഡ്രം ബ്രേക്ക് ഡ്രമ്മാണ്, അതുകൊണ്ട്. പക്ഷെ അതൊന്നും തോന്നുന്നില്ല, നമ്മളെ നല്ല ബ്രേക്കിംഗ് ആ ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതും പേരിന് വേണമെങ്കിൽ ആകാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. 99% സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലേ. അപ്പോൾ പിന്നീട് നമ്മുടെ ഹാരിയറിൻ്റെ വീൽ ബേസ് ഒക്കെ വന്നിരിക്കുന്നത് ഇപ്പം ലാൻഡ് റോവർ ഡിസൈൻ ചെയ്യുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ടിൻ്റെ അതേ വീൽ ബേസ് 2741 mm വീൽ ബേസ് ഒക്കെയാണ് ഇനി വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ഡിസൈനും റേഞ്ച് റോവർ ഡിസൈനും തീർച്ചയായിട്ടും അട്രാക്ട് ചെയ്ത് കാണും അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു കില്ലർ ലുക്സ് തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് ആണ്, വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇതിലോട്ട് വരാനുള്ള കാരണം. ഓക്കെ, അപ്പം ഈ ഒരു വാഹനം ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അത് എൻ്റെ അഭിപ്രായത്തിൽ ആർക്ക് വേണേലും ഉപയോഗിക്കാം. ഇപ്പം ഫാമിലി ആണെങ്കിലും യൂത്ത് ആണെങ്കിലും ഈവൻ വിമൻ ആണെങ്കിൽ പോലും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ മാനുവലിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നിങ്ങൾ തന്നെ ഷോറൂമിൽ പോയി ഓടിച്ചു നോക്കുക, അന്നേരം മനസ്സിലാവും. ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഞങ്ങൾ പണ്ട് മുതലേ മാനുവലിൻ്റെ ആ ഒരു ആൾക്കാരായതുകൊണ്ട് ആണ് എടുത്തത്. പക്ഷേ ചെറിയൊരു റിഗ്രറ്റ് റിഗ്രറ്റ്, പക്ഷേ എന്നാലും മൈന്യൂട്ടാണ്, കുഴപ്പമില്ല. ഓക്കെ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഇവിടെ ഇത്രയും നേരം സമയം ചെലവഴിച്ച ജയ്,
താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയുടെ താഴെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.